വിശാഖം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന 12 കാര്യങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളത് അല്ലേ? അതെ, വിശാഖം നക്ഷത്രക്കാരിൽ പലരെയും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. അതിൽ പലരും പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടിയവരായിരിക്കും. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, തിരുമേനി ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും മുമ്പേ ഒന്ന് ജാതകം വായിച്ച് പറയുകയോ കബഡി വെച്ച് പറയുകയോ അല്ലാതെ ഒരു സൂചന നൽകുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളിതിൽ ചെന്ന് പെടുമായിരുന്നില്ല. ഇപ്പോൾ വല്ലാത്ത ജീവിത ദുരിതത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരുപാട് പേരിൽ നിന്ന് ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇത് വരുന്നത്, ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ സ്റ്റഡി ചെയ്ത് കണ്ടെത്തിയ 12 കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ എത്രത്തോളം ലെങ്തോ ആകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മുതൽക്കൂട്ടാകും. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ജീവിതത്തിൽ ഒട്ടേറെ ഗുണം ചെയ്യും. ചിലപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴനുഭവേദ്യമായില്ല എന്ന് വന്നേക്കാം. എൻ്റെ കാരണം പറഞ്ഞുതരാം. ഈ പറയുന്ന ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരാൻ ഒരു ഏജ് ഉണ്ട്. ചിലപ്പം 10 വയസ്സുകാരൻ കേൾക്കും പോലെ ആയിരിക്കില്ല 70 വയസ്സുകാരനായ ഒരാൾ കേൾക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം കുറവാണ്. അപ്പോൾ 10 വയസ്സുകാരന് ഇതൊന്നും ജീവിതത്തിൽ വന്നില്ല എന്ന് പറയുമ്പോൾ 70 വയസ്സുകാരനായ ആളിന് ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വരും. അതാണ് വ്യത്യാസം. ചിലർ ഈ പറയുന്ന കാര്യങ്ങളുടെ വിളിമ്പിൽ നിൽപ്പുണ്ട്, ചിലരിത് അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ചിലരാകട്ടെ തൊട്ടടുത്തുള്ള ഭാവിയിൽ തന്നെ ഇത് വന്നു ചേരാൻ നിൽക്കുന്നവരാണ്. അങ്ങനെയാണ് ഇതിനെ തരംതിരിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അവിട്ട നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങളും അവിട്ട നക്ഷത്രക്കാരുടെ ദോഷങ്ങളും അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം ഈ ചാനലിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പറയാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന 12 കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾ വേണ്ടി വന്നു ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു നിഗമനത്തിലെത്താൻ. കുറേയധികം വ്യക്തികളുടെ ജീവിതത്തിലൂടെ ഇതിനുവേണ്ടി കടന്നു പോയിട്ടുണ്ട്. ഒട്ടേറെ ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെ ഫലനിരൂപണങ്ങളുമായി ബന്ധപ്പെട്ടും ഇതിനു വേണ്ടിയിട്ട് ഞാൻ അതിനെ ആശ്രയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു രൂപമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഇതിനൊരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ വിശാഖം നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത് മുൻകോപം മൂലം ബന്ധങ്ങളിൽ വിള്ളൽ വരുത്തുക എന്നുള്ളതാണ്. വിശാഖം നക്ഷത്രക്കാരെ അടുത്തറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഇവർ കുറച്ച് മുൻശുദ്ധിക്കാരാണ്. പെട്ടെന്ന് ഈർഷ്യയായി കളയും. ചിലർ പറയും, വിശാഖം നക്ഷത്രം എന്തൊരു ഇഞ്ചി സ്വഭാവമാണ്. ഇഞ്ചി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ഈർഷ്യയോടുകൂടി പെരുമാറുന്ന രീതി. ഇവർ സഹൃദയരാണ്, സ്നേഹസമ്പന്നരാണ്, എല്ലാം ആണ്. പക്ഷേ ഒരല്പ ദേഷ്യം വന്നു കഴിയാൽ പിന്നെ ഇവരുടെ സ്വഭാവത്തിൽ അതങ്ങനെ നിലനിൽക്കും. ഈർഷ്യ അതങ്ങനെ കൊണ്ടുപോകും. ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ ഇവർ ആരാണ് ഏതാണെന്നൊന്നും നോക്കില്ല. അങ്ങ് പറയേണ്ടതൊക്കെ അങ്ങ് എടുത്തടിച്ച പോലെ പറയും, പൊട്ടിത്തെറിച്ച് പറയും. ഇതുമൂലം എന്ത് പറ്റുമെന്നറിയാമോ? നല്ല നല്ല ബന്ധങ്ങളിലായിരിക്കും വിള്ളൽ വീഴുക. ഇവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം മാറി ഇവർ പോസിറ്റീവായി. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞ ആളിന് ഇത് വളരെയധികം ഹർട്ടാവും. അതുമൂലം അവർ പിന്നീട് പണ്ടുണ്ടായിരുന്ന ആ ഇൻറ്റിമസിയോടുകൂടി ഇവരുടെ ഇടപഴകില്ല. ചിലപ്പം പൂർണ്ണമായിട്ടും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാനും ഇത് കാരണമാകും. എത്രയേറെ പ്രണയബന്ധങ്ങളിൽ നിന്നോ അറിയും, എത്രയേറെ പ്രണയബന്ധങ്ങളാണെന്നോ ഇവരുടെ പെട്ടെന്നുള്ള വെട്ടി തുറന്ന് പറച്ചിൽ മൂലം നശിച്ചു പോയത്. അങ്ങനെ അവസാനം പറയും, തിരുമേനി ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു, ഇപ്പം അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുന്ന ഒട്ടേറെ വിശാഖ നക്ഷത്രക്കാരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ജീവിതത്തിലും അങ്ങനെ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഇവരുടെ പെട്ടെന്നുള്ള ഇത്തരം ഒരു അല്ലാത്ത സ്വഭാവമുണ്ട്, മൂരാച്ചി സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ സ്വഭാവം കൊണ്ട് എന്തും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞ് ബന്ധങ്ങളെ വിള്ളൽ വീഴ്ത്തുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും മാറ്റി വെച്ചില്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും ബെനിഫിറ്റായി മാറേണ്ടുന്ന, നമുക്ക് എല്ലാ നന്മകളും ചെയ്യേണ്ടുന്ന പല ബന്ധങ്ങളും പാതി വഴിയിൽ വെച്ച് ഉടഞ്ഞു പോകും. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു കോപം
ഉണ്ടായിക്കഴിഞ്ഞാൽ അതുടനെ ഒരു ഈർഷ്യ അങ്ങ് പൊട്ടിത്തെറിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല. കുറച്ച് നിയന്ത്രണമൊക്കെ മനുഷ്യന് വേണ്ടേ? അപ്രകാരം നിയന്ത്രിക്കുന്ന എത്രയോ വിശാഖ നക്ഷത്രക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നിങ്ങൾക്ക് എന്താ അത് കഴിയാത്തത്? കാര്യമുള്ളൂ, നിങ്ങളതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. തിരിച്ചറിവോടുകൂടി അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. ഇനി മുതൽ ഒരു ദേഷ്യം വരുമ്പോൾ ഈ ദേഷ്യം അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് ശാന്തത പാലിച്ചു നോക്കൂ. അതോടുകൂടി ഈ ബന്ധങ്ങളിലുള്ള ആ ബോണ്ടിങ് കൂടി വരുന്നതാണ്. നമ്മൾ ആ സമയത്ത് ആ കോപത്തെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ സമാധാനം കടന്നു വരുന്നതായിട്ട് കാണാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നഷ്ടം സഹിച്ചും വാക്ക് പാലിക്കാൻ ശ്രമിക്കും. എന്ത് ക്വാളിറ്റിയാണല്ലേ ഒരാളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കാൻ ശ്രമിക്കുന്നത്. മേന്മയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകൾക്ക് ഇത് കഴിയും. വിശാഖ നക്ഷത്രക്കാർക്ക് ഇത് വളരെയധികം ഉണ്ട്. ഇവരങ്ങനെ വെറും വാക്കുകൾ പറയുന്നവരല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കാൻ ഇവരുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ത്വരയുണ്ടാവും. എത്ര കാലം കഴിഞ്ഞാലും താനൊരു വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ അത് ഇവരുടെ ഉള്ളിനെ നീട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വിശാഖ നക്ഷത്രക്കാർ പലപ്പോഴും അവർക്ക് നഷ്ടം വന്നാലും ശരി അവരുടെ വാക്ക് പാലിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരുപാട് റിസ്ക് എടുത്ത ഒട്ടേറെ വിശാഖ നക്ഷത്രക്കാരെ എനിക്കറിയാം. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വാക്ക് കൊടുത്തെടുത്താണ് നമുക്ക് പ്രശ്നം പറ്റിയിരിക്കുന്നത്. അപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് നമ്മൾ കൊടുത്ത വാക്കായിരിക്കും. പിന്നീട് നമ്മുടെ അവസ്ഥ കീഴ്മേൽ മറിഞ്ഞപ്പോൾ നമുക്കത് പാലിക്കാൻ പറ്റാതായിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ പിന്നെ നമ്മുടെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് നഷ്ടങ്ങൾ, നമുക്ക് നമ്മുടെ സമയമായിരിക്കാം, പണമായിരിക്കാം, മറ്റ് പലതുമായിരിക്കാം, അത് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളത് പാലിക്കാൻ ശ്രമിക്കും. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് വാക്ക് കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കടന്നു പോകുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് 100% ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വാക്ക് കൊടുക്കുക. അല്ലാതെ പറയുന്ന വാക്കുകൾ വെറും വാക്കാകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാമല്ലോ. നിങ്ങൾക്ക് ഒരാൾക്കൊരു സഹായം ചെയ്യാനുണ്ട്, അവരുടെ മുന്നേ കൂട്ടി അവർക്ക് വാക്ക് കൊടുക്കുകയൊന്നും വേണ്ട, അവർക്കൊരു ആശ കൊടുക്കണ്ട. പകരം നിങ്ങളത് മനസ്സിലിട്ടിട്ട് അവർക്ക് വേണ്ടി പ്രയത്നിക്കുക. അത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പറയുക, ഞാനിത് കുറേ കാലമായിട്ട് മനസ്സിലിട്ട് നിനക്ക് വേണ്ടി തരാൻ പോകുന്ന സഹായമാണ്, അല്ലെങ്കിൽ സേവനമാണ്, ഗിഫ്റ്റാണ് എന്നിങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ മുന്നേ കൂട്ടി ഒരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതിരിക്കുമ്പം ആ വ്യക്തിക്കും മനോവിഷമം ഉണ്ടാവും, നമുക്കും മനോവിഷമം ഉണ്ടാവും. ഇത് അറിഞ്ഞ് പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ നഷ്ടം ഒരുപാട് നമുക്കുണ്ടായി വരും. നമ്മൾ ഈ വാക്ക് പാലിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ, അപ്പോഴെന്ത് പറ്റും? നമ്മുടേതായ കുറേ നഷ്ടങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. മൂന്നാമത്തെ കാര്യം, ചിലവ് കുറയ്ക്കണമെന്ന ചിന്ത, പക്ഷെ ചിലവ് കൂടുതലും. ഇത് ഒരു വിരോധാഭാസകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ വിശാഖ നക്ഷത്രക്കാർ ഒരുപാട് മിച്ചം പിടിച്ച് ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തൊന്നും ഇരിക്കും. പക്ഷേ നമ്മൾ കാണുമ്പോൾ ഇവരുടെ ചിലവ് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണെന്നും മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് ആശയങ്ങൾ ഉള്ളിലുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കാം എന്നാണ് ഇവരുടെ തീരുമാനം. അതായത് ചിലവ് ചുരുക്കാനുള്ള പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. നമ്മൾ ഈ മനസ്സിലുള്ള പദ്ധതികൾ എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകും. മനസ്സ് എന്ന് പറയുന്നത് ചിന്താസാഗരമാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതോടുകൂടി ഒരു കാര്യത്തിൽ ചിലവ് നമ്മൾ നിയന്ത്രിക്കണമെന്ന് വിചാരിച്ചാലും ആ സാഹചര്യം എത്തിച്ചേരുമ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചം വച്ചിരിക്കുന്ന കാശൊക്കെ അതിനു വേണ്ടി ചിലവഴിഞ്ഞു പോകും. നമ്മുടെ ആശയങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച പോലെ ആയിപ്പോവും. അതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാർ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് കിട്ടിയാൽ നമുക്കൊരു പദ്ധതിക്ക് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അത് മാറ്റുക. അത് പെട്ടെന്ന് ആ പൈസ നമ്മുടെ കയ്യിൽ തിരികെ വരരുത്. കാര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ സാധ്യതയുള്ളെങ്കിൽ നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ഈ പൈസ എടുത്ത് ചിലവാക്കും. അതിന് പകരം പെട്ടെന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്ത തരത്തിൽ ആ പൈസയെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഒരു കാലത്തും നമുക്കിത് ചിലവ് നിയന്ത്രിച്ച് നമുക്ക് ഒരു നല്ല സേവിങ്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം, ശാരീരിക ക്ഷമതയുണ്ടെങ്കിലും അധ്വാനിക്കാനുള്ള താല്പര്യമില്ലായ്മ. അതെ, വിശാഖ നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ആരോഗ്യപരമായിട്ട് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ രോഗങ്ങളൊന്നും ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം.
മറ്റ് പലരെ അപേക്ഷിച്ച് ഇവർക്ക് വരുന്ന രോഗങ്ങൾ അത്ര കണ്ട് സീരിയസ് ആവില്ല. സീരിയസ് ആവുന്ന ചില രോഗങ്ങളൊക്കെ ചില വ്യക്തികളിൽ ചില ഗ്രഹനിലകളിൽ കണ്ടിട്ടുണ്ട്. എങ്കിലും ബഹുഭൂരിപക്ഷം രോഗങ്ങളും ഇവർക്ക് മരുന്നുകളുടെ ശരിയായ ക്രമം കൊണ്ട് മാറ്റിയെടുക്കാനും പറ്റാറുണ്ട്. ശാരീരികക്ഷമതയും അത്യാവശ്യം വേണ്ടതുണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് ഈ ശാരീരികക്ഷമത ഉപയോഗിച്ച് അധ്വാനിച്ച് എന്തെങ്കിലും ധനം നേടുന്നതിലൂടെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് അല്ലാതെ ഈ ശാരീരികമായി അധ്വാനിക്കാതെ പണം നേടിയെടുക്കുന്നതിലായിരിക്കും താല്പര്യം. അതുകൊണ്ട് എന്ത് പറ്റും, ഇവരുടെ ശരീരത്തിൻ്റെ ഈ കഴിവിനെ ഉപയോഗിക്കാതെ കൊണ്ട് ഇവർക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. 60-ലോ 70-ലോ വരേണ്ട ഷുഗറും പ്രഷറും ഒക്കെ ഇവരുടെ ചെറുപ്രായത്തിൽ തന്നെ ചിലപ്പോൾ വന്ന് ചേർന്നേക്കാം. അതുകൊണ്ട് വിശാഖം നക്ഷത്രക്കാർ തീർച്ചയായിട്ടും അധ്വാനിക്കുന്നതിൽ ഒരു മടിയും കാട്ടരുത്. അധ്വാനിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ഒന്നും മുടക്കി വയ്ക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ശാരീരികക്ഷമതയെ നിങ്ങളുടെ ജീവിതശൈലി കൊണ്ട്, നിങ്ങളുടെ തെറ്റായ ഫുഡിൻ്റെ ഉപയോഗം കൊണ്ട്, നിങ്ങളുടെ തെറ്റായ ജീവിതക്രമങ്ങൾ കൊണ്ട്, നിങ്ങളുടെ തെറ്റായ ഉറക്കത്തിൻ്റെ ശീലം കൊണ്ട് ഒക്കെ നശിപ്പിച്ചേക്കും. ഇത് മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക. ഇനി ഏതൊരു വ്യക്തിയായാലും, ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ആളോ വിശ്വാസമില്ലാത്ത ആളോ, ഇത് മനസ്സിൽ സൂക്ഷിക്കുക, ഇതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ എന്തൊറ്റും കുറേ കാലം കഴിയുമ്പം രോഗങ്ങൾക്ക് അടിമയായിട്ട് വെറുതെ ആശുപത്രികൾ കയറി ഇറങ്ങേണ്ടുന്ന അവസ്ഥ വരും. നല്ലൊരു ശരീരത്തിനെ എന്തിനാണ് നശിപ്പിക്കുന്നത്? ഇതൊന്ന് ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ സ്വീകരിക്കുക. 5-മത്തെ കാര്യം, നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായിട്ട് ഇടയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുൻകോപം ഇവർക്കുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിക്കുന്ന ഇവരുടെ ഒരു പ്രകൃതം. അതായത് ചില കാര്യങ്ങൾ കേട്ട് കഴിയുമ്പം ഇവരുടെ മനസ്സിൽ നിന്ന് അത് മായില്ല. നിസ്സാര കാര്യമായിരിക്കും, ഇവരതിനെ മനസ്സിലിട്ട് പെരുക്കിയിട്ട് ഈ പറഞ്ഞ ആളുമായിട്ട് ഒരു അകൽച്ച പ്രാപിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ അയാളെ ശത്രുവായിട്ട് കരുതുകയും അയാളുമായിട്ട് ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്യും. ഇത് പലപ്പോഴും വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. നിസ്സാരമായ കാര്യങ്ങൾ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളയാനുള്ള ഒരു ക്ഷമതയും കൂടെ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. കാര്യം നമ്മൾ എല്ലാത്തിനും മേലും കോപം പിടിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുള്ളൂ. രാവിലെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പം ഏതെങ്കിലുമൊക്കെ ചെടി കേൾക്കാത്തവരും ശ്രദ്ധയില്ലാത്തവരൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കുറുകെ പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കും. ഇത് കാണുമ്പോഴേ നമുക്ക് ദേഷ്യം പിടിച്ച് അവനെ ശകാരിച്ച് അടുത്തവൻ അപ്പോൾ നോക്കുമ്പോൾ അടുത്തവൻ വന്ന് കയറും. ഇതേപോലെ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിയായിരിക്കും, നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴേക്കും ഫുള്ള് ടെൻഷനാവും. ഒന്ന് നോക്കൂ, നമ്മളെ റോഡും നമ്മുടെ സാഹചര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യരൊക്കെ പല വിധത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ കാണിച്ചു എന്ന് വരും, സിഗ്നൽ തെറ്റിച്ചൊക്കെ വന്നു എന്ന് വരും. നമ്മൾ ഇതിന്മേലൊക്കെ ഒന്ന് സമാശ്വാസപരമായിട്ട് ചിന്തിച്ച് നോക്കിയാലോ. നമ്മുടെ നാടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, ഇതൊക്കെ ഒന്ന് മാറി വരാൻ കാലങ്ങളെടുക്കും. നമുക്കിപ്പോൾ ഉള്ള സാഹചര്യത്തിലൂടെ അങ്ങ് കടന്നു പോകണം. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ വ്യക്തികൾ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് നമുക്ക് ഹർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരും. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവരെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനം നൽകുന്ന ആൾക്കാരാണ് അവരെങ്കിൽ അവരുടെ അടുത്ത് ചുമ്മാ ഈർഷ്യ കാണിക്കുകയും നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിയിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഭൂഷണമല്ല. നമുക്ക് അങ്ങനെ ഉണ്ട്, സമാധാനവും കിട്ടില്ല, കുറേയധികം നഷ്ടവും ഉണ്ടായി വരും. 6-മത്തെ കാര്യം, വിനയശീലത്തെ മുതലാക്കും. അതായത് വിശാഖം നക്ഷത്രക്കാർക്ക് വളരെയധികം വിനയമുണ്ടായിരിക്കും. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലും നല്ലതായ ഒരു രീതിയായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റുള്ളവരെ വെൽക്കം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ആവശ്യം വേണ്ടുന്ന ആദരം കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന നല്ലൊരു പെരുമാറ്റം. പക്ഷേ ചില വ്യക്തികൾ ഇവരുടെ ഈ സന്മനസ്സിനെ, ഈ നല്ല പെരുമാറ്റത്തെ മുതലാക്കും. നമ്മൾ ഇയാളെക്കാളും വളരെ കൂടിയ ഒരാളാണ്, ഇയാൾ എൻ്റെ അടുത്ത് വച്ചാനിച്ച് നിൽക്കുന്ന കണ്ടില്ലേ, വിനയത്തോടെ നിൽക്കുന്ന കണ്ടില്ലേ, ഇയാളുടെ മുകളിലേക്ക് കുതിര കയറി കളയാം എന്നായിരിക്കും മറ്റേ ആൾ ചിന്തിക്കുന്നത്. പക്ഷേ മനസ്സിന് നല്ല കടുപ്പമുണ്ട്, നല്ല കാര്യങ്ങളായിട്ട് തുറന്ന് പറയാനും വെട്ടി തുറന്ന് പറയാനും എല്ലാം കഴിവുള്ള ആൾക്കാരൊക്കെയും ഈ വിശാഖം നക്ഷത്രക്കാർ. ഇവരെ കാണിക്കുന്നത് ഇവരുടെ മനസ്സിൻ്റെ ഗുണം, ഇവരുടെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ടാണ് മറ്റുള്ളവരുടെ ഈ വിനയം കാണിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ ചിലർ സംസാരിക്കുമ്പം ഈ വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു ഘട്ടം കഴിയുമ്പം അവരുടെ അടുത്ത് പ്രതികരിക്കേണ്ടി വരും. അത് വലിയ തർക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും ശത്രുതയ്ക്കുമൊക്കെ കാരണമായി വരും. അതുകൊണ്ട് എനിക്ക് വിശാഖം നക്ഷത്രക്കാരത്ത് പറയേണ്ടത്, പാത്രമറിഞ്ഞ് വെള്ളമൊഴിക്കാവുന്ന, ഇല്ലെങ്കിൽ അത് നിറഞ്ഞ് തുളുമ്പിപ്പോവും. അതായത് ഈ ആദരിക്കപ്പെടേണ്ടവരുടെ അടുത്ത് മാത്രം മതി ഈ വിനയമൊക്കെ. എല്ലായിടത്തും നമ്മൾ ഈ വിനയം കാണിച്ചുകൊണ്ടെന്നാലേ ഇവരെല്ലാം കയറി നമ്മുടെ തലയിലിരിക്കും.
ഇത് എപ്പോഴും ജീവിതത്തിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഏഴാമത്തെ കാര്യം, കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകൾ. അതെ, വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ കുറേയധികം അസ്വസ്ഥതകൾ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ്. ഇതിൻ്റെ പ്രധാന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഈ കഴിഞ്ഞ കാര്യങ്ങളെ, എന്നോ നടന്ന കാര്യങ്ങളെ പറഞ്ഞ് വീണ്ടും വീണ്ടും തർക്കിക്കുന്ന ശീലമായിരിക്കും. അതായത് മുൻപ് കടന്നു പോയി, പറഞ്ഞു കഴിഞ്ഞു, തർക്കമുണ്ടായി, അടിപിടി കൂടി, അത് പിന്നെ ശാന്തമായി. പക്ഷേ വീണ്ടും എന്തെങ്കിലും കാര്യത്തിലൊരു ഈർഷ്യയോ മറ്റൊക്കെ വരുമ്പോൾ ഈ പഴയ കാര്യം കുത്തിപ്പൊക്കി പറഞ്ഞ് വീണ്ടും സംഘർഷമാകും. കുടുംബജീവിതത്തിൽ തർക്കം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാര്യം, നിങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഒരു കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അതിനെ മനസ്സിലിട്ട് കുത്തിപ്പൊക്കി നീറ്റിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം നരകമായി കൊണ്ടിരിക്കുകയുള്ളൂ. വിശാഖ നക്ഷത്രം സ്ത്രീയോ പുരുഷനോ ആകട്ടെ, ഈ ഒരു കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. എന്നാൽ ഇത് അറിഞ്ഞിട്ടുള്ള ആൾക്കാരാകട്ടെ, ഒരു കാര്യം കടന്നു പോയി കഴിഞ്ഞാൽ അവരതിനെ വലിയ മൈൻഡൊന്നും ചെയ്യില്ല, പിന്നീട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതം നന്നായിട്ട് വരികയും ചെയ്യും. ഇത് എപ്പോഴും മനസ്സിലോർക്കുക. എട്ടാമത്തെ കാര്യം, ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരും. അതെ, ഇതൊരു വല്ലാത്ത കാര്യമാണ്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് അതിന് പഴി കേൾക്കുന്നതും നമ്മളൊന്നും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുറ്റവും ചെയ്യാതെ നമുക്കതിൽ പഴി കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ദൗർഭാഗ്യം എന്നുള്ള മട്ടിൽ ഈ ഒരു കാര്യം ഉണ്ടായി വരാറുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ മുഹൂർത്തത്തിൽ ഇത് കടന്നു വരികയും ചെയ്യും. പലപ്പോഴും വേദനയോടുകൂടി എൻ്റെ അടുത്ത് ഇവരിത് പറയുകയും ചെയ്യും. മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യത്തിനാണ് അവരെന്നെ ഇങ്ങനെ പഴിക്കുന്നതെന്നൊക്കെ. വിശാഖ നക്ഷത്രക്കാരൊന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിലയിടത്ത് ക്ഷമയൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഈ ലോകമെന്ന് പറയുന്നതും ഈ ജീവിതം എന്നൊക്കെ പറയുന്നതും പലതിൻ്റെയും തെളിവുകളെ കാട്ടിത്തരുന്നതാണ്. അതായത് നിങ്ങളെ ഇന്ന് ഒരാൾ പഴിക്കുകയാണ് നിങ്ങൾ ചെയ്യാത്ത അറിയാത്ത കാര്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളവിടെ ക്ഷമ പാലിച്ചോളും. നിങ്ങൾ അയാളെ തെളിയിക്കാനോ അത് ബോധവൽക്കരിക്കാനോ നിൽക്കേണ്ട. കുറേ കാലം കഴിയുമ്പോൾ കാലം തന്നെ നിങ്ങൾ കുറ്റക്കാരനല്ല, നിങ്ങൾ തെറ്റുകാരിയല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകളുമായിട്ട് വന്ന് അയാളെ നാണിപ്പിക്കും. പക്ഷേ അതുവരെ ക്ഷമിക്കാനുള്ളൊരു മനസ്ഥിതി വേണം. ഇല്ലെങ്കിൽ എന്തുപറ്റും? ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും. ഒൻപതാമത്തെ കാര്യം, തീരുമാനം എടുക്കാൻ വൈകും എന്നുള്ളതാണ്. അതെ, കുറച്ച് ആലോചനയുള്ള ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കാർ. ഒരു കാര്യത്തിന് മേൽ എപ്രകാരം ഒരു തീരുമാനം എടുക്കണമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് വലിയ എത്തും പിടിയൊന്നും ഉണ്ടാവില്ല. ഇവർ ഒരു കാര്യം ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഇതെങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിലൊരു തീരുമാനം കൈക്കൊള്ളുകയില്ല. അവസാനം തീരുമാനം എടുത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സമയവും കഴിയും. ഇവർക്ക് പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിച്ചു വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അതിനൊരു ഡെഡ് ലൈൻ കൊടുക്കണം. ഒരു ലാസ്റ്റ് ഇത്രയും ടൈമിനുള്ളിൽ തന്നെ ഇതിനൊരു പ്രവൃത്തി യെസ് ഓർ നോ വേണോ വേണ്ടേ അങ്ങനെ തീരുമാനം എടുക്കണം. അങ്ങനെ തീരുമാനം എടുക്കാതെ രണ്ടും കെട്ട മനസ്ഥിതിയായിട്ട് നിന്നിട്ട് അത് ആ കാര്യം കടന്നുപോയതിന് ശേഷം അയ്യോ ഞാൻ അന്നത് ചെയ്യേണ്ടിയിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ളതും വേഗത്തിലുള്ളതായിരിക്കാനും വിശാഖ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. പത്താമത്തെ കാര്യം, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളെ ശക്തമായിട്ട് എതിർക്കും എന്നുള്ളതാണ്. വിശാഖ നക്ഷത്രക്കാർ ഒരു വിഷയത്തിന്മേൽ അവരൊരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് ചിലർ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അവർക്കൊട്ടും ഇഷ്ടപ്പെടുകയില്ല. അതായത് പലതരത്തിലുള്ള ആലോചനകളെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തീരുമാനത്തിൽ എത്തിച്ചേരും. ഈ തീരുമാനത്തിൽ എത്തിച്ചേരുമ്പോഴാണ് അതങ്ങനെ വേണ്ട, ഇങ്ങനെ മതി, അതങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ഇവരുടെ പിന്നാലെ കൂടുന്നതും അത് ഇവർക്കൊട്ടും ഇഷ്ടപ്പെടുകയില്ല. കാര്യം വെറുതെ ഇങ്ങനെ അമാന്തങ്ങൾ സൃഷ്ടിച്ച് തൻ്റെ ജീവിതത്തിലെ തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് ഇവരെന്നുള്ളൊരു ബോധം ഇവരുടെ ഉള്ളിലുണ്ടാവുകയും ഞാൻ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി ഇതേ നടപ്പിലാകൂ എന്നുള്ള രീതിയിൽ ഇവർ പെരുമാറിയെന്ന് വരും. അപ്പോൾ ഈ ഉപദേശികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഈർഷ്യ ഉണ്ടായി വരും. പക്ഷേ വിശാഖ നക്ഷത്രക്കാർ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അതുമൂലം ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പം ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ ഇടപെടൽ നടത്താൻ വരുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ട ആളാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് തർക്കിച്ചോ അല്ലെങ്കിൽ അവരെ ഒറ്റയടിക്ക് ഒഴിവാക്കിയോ അല്ല നമ്മൾ അവരെ നേരിടേണ്ടത്. പകരം
അവിടുത്തെ പറയണം നമ്മൾ എല്ലാവരും കൂട്ടി ആലോചിച്ചല്ലേ ഈ തീരുമാനം എടുത്തത്, നമുക്കിതിലൂടെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് അവരൊരു ബോധവൽക്കരണ രീതിയിൽ കൊണ്ടുവന്ന് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ആ വിഷയത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കണം. അല്ലാതെ ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവരുടെ അടുത്ത് പ്രതികരിച്ച് ചിലപ്പോൾ നമ്മളെ അടുത്ത് ഈ പറഞ്ഞു തരുന്ന ആളിന് അവസാനം വന്നൊരു ഐഡിയ ആയിരിക്കും. ആ ഐഡിയയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ തീരുമാനം എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതല്ല. അവസാന നിമിഷം എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാനുള്ളത് കാരണമാക്കി അതെടുക്കുക. എന്നിട്ട് അതിൽ കഴമ്പൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം തീരുമാനിച്ച കാര്യത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ ഇതിൻ്റെ പേരിൽ തർക്കിച്ച് മറ്റൊരാളെ ശത്രുവാക്കരുത്, അവരെ അകറ്റിക്കളയരുത് എന്നുള്ളതാണ്. 11ാമത്തെ കാര്യം, സന്മനസ്സുകൊണ്ട് സമാധാനം കെടുത്തും. നമ്മൾ കേട്ടിട്ടുള്ളത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. പക്ഷേ വിശാഖം നക്ഷത്രക്കാരിൽ ഇത് തെറ്റാണ്. ഇവരുടെ ഈ സന്മനസ്സുകൊണ്ടായിരിക്കും ഇവരുടെ സമാധാനം കെട്ടുപോകുന്നത്. അതായത് ഇവർ പലരെയും സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കും. ഈ സഹായിക്കാൻ പലപ്പോഴും ധനപരമായിട്ടുള്ള കാര്യമായിരിക്കും. ഒരാൾ കരഞ്ഞൊരു കാര്യം പറയുമ്പോൾ, ഒരു വിഷമാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവർ പോയി സഹായിക്കും. അപ്പോഴത്തെ അവരുടെ ആവശ്യം ധനപരമായിട്ടോ മറ്റൊക്കെ ആയിരിക്കും. ഇവരെ ഈ ധനമൊക്കെ കൊടുത്ത് സഹായിക്കും. പിന്നീട് ഈ സഹായിച്ച വ്യക്തി ഇവരെ തിരിഞ്ഞു നോക്കുകയില്ല, ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയുണ്ട്. ഇതൊരു ധനത്തിൻ്റെ കാര്യം മാത്രമല്ല, പലതരത്തിലുള്ള സേവനത്തിലും ഇവരിങ്ങനെ പെട്ടുപോകാറുണ്ട്. അതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാരുടെ സന്മനസ്സ് പലപ്പോഴും ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കാറുണ്ട്. ആവശ്യമില്ലാത്ത ബാധ്യതകൾ ഇവരുടെ ശിരസിൽ വന്ന് ചേരാറുണ്ട്. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പോൾ അത് നമ്മുടെ നിലനിൽപ്പും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ നാളെ ഒരു പ്രശ്നത്തിൽ കുടുക്കി പോകുന്ന ഒരു കാര്യമാണെങ്കിൽ അത്തരം സഹായങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് ബുദ്ധി. 12ാമത്തെ കാര്യം, ഭാവിയിലേക്കുള്ള കരുതലില്ലായ്മ ജീവിതത്തെ സങ്കീർണമാക്കും എന്നുള്ളതാണ്. ഇത് മിക്കവാറും വിശാഖ നക്ഷത്രക്കാർ അംഗീകരിച്ചു തരില്ല. കാര്യം അവർ ഭാവിയിലേക്ക് നല്ല കരുതലുള്ളവരാണെന്നാണ് അവരുടെ ഇപ്പോഴത്തെ തന്നെ വിശ്വാസം. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നിങ്ങളിപ്പോഴും ഭാവിയിലേക്ക് വേണ്ടുന്ന നല്ല കരുതലിൽ അല്ല നിൽക്കുന്നത്. കാര്യം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ ഇതിലേറെയാണ്. പക്ഷേ നിങ്ങൾ എടുത്തിരിക്കുന്ന കരുതലോ വളരെ ചുരുക്കമാണ്. മാത്രമല്ല ഈ കരുതലുകൾ നാളത്തേക്ക് എപ്പോഴും വേണമെങ്കിലും നിങ്ങളുടെ ഒരു അത്യാവശ്യത്തിൽ നഷ്ടപ്പെട്ടു പോകാവുന്ന കാര്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി ശക്തമായിട്ട്, കുറച്ചുകൂടി നിങ്ങൾ കരുതലോടുകൂടി, അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി, സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലായാലും ശരി, കുറച്ചുകൂടി കരുതൽ വച്ചില്ലെങ്കിൽ ഭാവിയിൽ കുറേയധികം പ്രശ്നങ്ങൾ വന്നു ചേരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വിശാഖ നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന 12 കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഞാൻ പറയുന്നതാണ്. വാട്സപ്പ് ചാനൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്, അതിലൂടെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പിറന്നാൾ ദിവസം ഇവിടെ പ്രാർത്ഥന പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. ഇത് അഡ്മിൻ നമ്പറാണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJR ഹരിചന്ദന മഠം. നമസ്തേ.